ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നത് ജിയോണിയുടെ ആറ്റം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റിനെ കുറിച്ചാണ്. നമ്മളിത് പരിചയപ്പെടാൻ പോകുന്ന ഹെഡ്സെറ്റ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ തന്നെ കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് ഈ വീഡിയോ എടുക്കാൻ സംസാരിക്കുന്നതും ആ ജിയോണിയുടെ ഹെഡ്സെറ്റ് വഴിയാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും അതിൻ്റെ അൺബോക്സിങ്ങും ബാക്കി അതിനകത്ത് എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ജിയോണിയുടെ ആറ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ബോക്സിനകത്ത് കുറച്ച് ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. അതായത് ഇതിൻ്റെ മൈക്രോഫോൺ ടെക്നോളജി എന്ന് പറഞ്ഞാൽ മെംസ് എന്ന് പറഞ്ഞിട്ട് ഒരു മൈക്രോഫോൺ ടെക്നോളജിയാണ്. അതുപോലെ ടൈപ്പ് സി ക്വിക്ക് ചാർജാണ്, ടച്ച് സെൻസറുണ്ട്, ഡിജിറ്റൽ ബാറ്ററി ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഇതിൻ്റെ മോഡലും ബാക്കി കുറച്ച് കാര്യങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെഡ്സെറ്റ് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പാക്കിലായിരിക്കും വരുന്നത്. ഇതിനകത്ത് ജിയോണി എന്ന് പറഞ്ഞിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ബോക്സിനകത്താണ് നമുക്ക് ഹെഡ്സെറ്റ് കിട്ടുന്നത്. അതുപോലെ ഇതിനകത്ത് ഒരു ആക്സസറീസിൻ്റെ ഒരു ചെറിയ ബോക്സും കൂടെ ഉണ്ട്. അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നും കൂടെ നമുക്ക് നോക്കാം. അത് കുറച്ച് ഇയർബഡ്സ് ഉണ്ട്, 2 സൈസിലുള്ള ഇയർബഡ്സ് ഉണ്ട്, ടോട്ടൽ 3 സൈസ് ഉണ്ട്. അതുപോലെ ഒരു വാറണ്ടി കാർഡുണ്ട്. പിന്നെ ഒരു യൂസർ ഗൈഡുണ്ട്. പിന്നെ ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നത്. നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഹെഡ്സെറ്റ്സ്. അപ്പോൾ ഇതിനകത്ത് റൈറ്റ് ലെഫ്റ്റ് എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഇതിനകത്ത് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജിങ് നമുക്കൊരു ഡിസ്പ്ലേ ആയിട്ട് കാണാൻ കഴിയും എന്നുള്ളതാണ്. അത് നമുക്കിതിനകത്ത് എത്ര ചാർജ് റിമൈനിങ് ഉണ്ട്, എത്ര ചാർജ് ആയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് ഒരു ഡീറ്റെയിൽ ഡിസ്പ്ലേ വഴി നമുക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് ടച്ച് സെൻസിറ്റീവ് ആണ്. ടച്ച് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് 2 ഹെഡ്സെറ്റിനകത്തും നമുക്ക് ടച്ച് ബട്ടൺസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് കോള് കണക്ട് ചെയ്യാനും അതുപോലെ ഡിസ്കണക്ട് ചെയ്യാനും അതുപോലെ വോളിയം അപ്പ് ഡൗൺ, അതായത് റൈറ്റ് ഹെഡ്സെറ്റിനകത്ത് നമ്മൾ ഡബിൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വോളിയം അപ്പ് ചെയ്യാനും, ലെഫ്റ്റ് ഹെഡ്സെറ്റിനകത്ത് നമ്മൾ ഡബിൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ വോളിയം ഡൗൺ ചെയ്യാനും പറ്റും. അതുപോലെ മ്യൂസിക് നെക്സ്റ്റ് അടിക്കാനും പ്രീവിയസ് ചെയ്യാനും എല്ലാം നമുക്ക് ഈ ഹെഡ്സെറ്റ് തന്നെ പറ്റും. അതുപോലെ വോയിസ് അസിസ്റ്റൻറ്റ് നമുക്ക് ഇതിലേതെങ്കിലും ഒരു ഹെഡ്സെറ്റിനകത്ത് നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വോയിസ് അസിസ്റ്റൻ്റ് ആണോ അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഇത് സ്വെറ്റ് പ്രൂഫ് ആണ്. അതുപോലെ ഇതിൻ്റെ ബാസ് എന്ന് പറഞ്ഞാൽ ഡീപ് ബാസ് കമ്പനി പറയുന്നത്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇത് ആറ്റം സീരീസ് ആണ്, ജിയോണിയുടെ ആറ്റം സീരീസ് ആണ്. അതുപോലെ ഡ്രൈവർ ടൈപ്പ് ഡൈനാമിക് ആണ്. പിന്നെ ഇതിനകത്തുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ബാറ്ററി ലെവൽ ഡിസ്പ്ലേ ആണ്. അതായത് ചാർജിങ് സ്റ്റാറ്റസ്, പെയറിംഗ് സ്റ്റാറ്റസ്, പവർ ഓൺ ഇൻഡിക്കേറ്റർ, പേഡ് സെസ്. ഇതിനകത്തൊരു നമുക്ക് കാണാൻ പറ്റും ഒരു ബ്ലൂ ലൈറ്റും അതുപോലെ ഒരു റെഡ് ലൈറ്റും ഇതിനകത്ത് ബ്ലിങ്ക് ചെയ്യുന്ന കാണാം. ഇതെല്ലാം ഇതിൻ്റെ സ്റ്റാറ്റസുകളാണ്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന മൈക്കിൻ്റെ ടെക്നോളജി മെംസ് മൈക്ക് ടെക്നോളജിയാണ്. മെംസ് എന്ന് പറയുന്നത് ഞാൻ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം ആക്റ്റീവ് വോയിസ് ക്യാൻസലേഷൻ ഒക്കെ ഉള്ള ഹെഡ്സെറ്റ് യൂസ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ വോയിസ് ക്ലാരിറ്റി, അതായത് നമുക്ക് നമ്മുടെ മറ്റേ എൻഡിൽ നമ്മുടെ കോൾ റിസീവ് ചെയ്യുന്നവർക്ക് നമ്മുടെ വോയിസ് ക്ലാരിറ്റി ആയിട്ട് കിട്ടും. എന്നാൽ ഈ ഹെഡ്സെറ്റ് നമ്മളിപ്പോൾ ഒരു ഹെൽമെറ്റിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ വണ്ടിയിലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമുക്ക് നമ്മൾ പറയുന്നത് അപ്പുറത്തുള്ളവർക്ക് നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹെഡ്ഫോൺ ഡ്രൈവർ വന്നിട്ട് 6mm ആണ്. അതുപോലെ മൈക്രോഫോൺ ഡ്രൈവർ 3.7mm ആണ്. പിന്നെ ഇംപെഡൻസ് 16 ohm, നോയ്സ് റേഷ്യോ 75 dB ഒക്കെയാണ്. ഇതിൻ്റെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അതുപോലെ ബ്ലൂടൂത്ത് റേഞ്ച് 10 മീറ്റർ ആണ്. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഫൈൽസ്, അതായത് ബ്ലൂടൂത്ത് പ്രൊഫൈൽസ് എന്ന് പറഞ്ഞാൽ HSP, HFP, A2DP, AVRCP, ഈ 4 ബ്ലൂടൂത്ത് പ്രൊഫൈൽസ് മാത്രമേ നമുക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി 400 mAh ആണ്. ബാറ്ററി ലൈഫ് 13 മണിക്കൂറാണ് കമ്പനി പറയുന്നത്. സ്റ്റാൻഡ് ബൈ ടൈം 400 മണിക്കൂറാണ് പറയുന്നത്. എന്നാലും ഒരു ദിവസം എന്തായാലും നിങ്ങൾക്ക് ഈ ഹെഡ്സെറ്റ് യൂസ് ചെയ്യാൻ കഴിയും. ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാനൊരു 3-4 ദിവസം ഞാനതൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. എല്ലാ ദിവസങ്ങളിലും എനിക്ക് ഇപ്പോൾ ഈവനിങ് ആകുമ്പോൾ രാവിലെ തൊട്ട് ഈവനിങ് വരെ യൂസ് ചെയ്താലും ഒരു 50% താഴോട്ട് ഇതിനകത്ത് ബാറ്ററി ചാർജ് പോകാറില്ല. അപ്പോൾ അത് എന്തുകൊണ്ട് ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ കോൾ ക്വാളിറ്റി, അതാണ് എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പ്രൈസ് ഇതെന്ന് പറഞ്ഞാൽ 1300 താഴെ വരുന്ന ഒരു പ്രൈസ് റേഞ്ചിലുള്ള ട്രൂ വയർലെസ് ആണ്. ഞാൻ ഇതിനു മുമ്പേ നമ്മുടെ MIയുടെയൊക്കെ ഒരു ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് അത്ര പ്രോപ്പറായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ ഈ കോൾ ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ നമ്മുടെ ചെവിയിൽ ഇരിക്കുന്ന, അതായത് ഫിറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും എനിക്കതൊന്നും അത്ര പ്രോപ്പറായിട്ട് തോന്നില്ല. പക്ഷേ ഇത് നമ്മുടെ ചെവിയിൽ വച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വേദന ഫീൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ വെയിറ്റ് കുറവാണ്. നമുക്ക് ഒരുപാട്
കനമൊന്നും ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ചെവിയിൽ പ്രോപ്പറായിട്ട് അത് ഇരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് ചെവിക്ക് വേദനയോ അങ്ങനത്തെ കാര്യങ്ങളും ഇല്ല. അതുപോലെ കോൾ ക്വാളിറ്റിയും നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ സൗണ്ട് വരികയാണെങ്കിലും ഓഡിയോ നമുക്ക് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഇതിനകത്ത് സൗണ്ട് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അതിനേക്കാളും കൂടുതൽ കിട്ടുന്നെങ്കിലേ ഉള്ളൂ. അപ്പോൾ അത് ഒരു നല്ലൊരു ക്വാളിറ്റി നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ളത്. ഇത് 1300 ഇത് നമ്മളെ ഫ്ലിപ്കാർട്ടിലുള്ളത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിങ്കിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യുക. ഞാൻ ഒരുപാട് ഹെഡ്സെറ്റുകൾ നോക്കി, എന്നിട്ട് എനിക്ക് അതിൽ 1300 ആ ഒരു റേഞ്ചിൽ ഒരു നല്ല പെർഫോമൻസ് തരുന്ന ഹെഡ്സെറ്റാണ് ഇതെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയത്. ഇതിൻ്റെ ഡ്യൂറാബിലിറ്റി, അതായത് എത്ര നാൾ ഇത് പോകും എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഇപ്പോൾ എന്തായാലും യൂസ് ചെയ്തെടുത്തോളം ഇത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. കോളിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ഓഡിയോയുടെ കാര്യത്തിലാണെങ്കിലും നമുക്ക് നല്ലൊരു പെർഫോമൻസ്, നല്ലൊരു ഔട്ട്പുട്ട് തന്നെ ഈ ഹെഡ്സെറ്റിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടും വേറെ പാടൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ടൈം പെയർ ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ഫോണിൻ്റെ ബ്ലൂടൂത്ത് ഓപ്പൺ ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു ഹെഡ്സെറ്റ് നമ്മൾ ഓപ്പൺ ചെയ്താൽ തന്നെ നമുക്ക് ഇതിനകത്ത് അതിൻ്റെ ഇൻഡിക്കേഷൻ വരും. ഇതിപ്പോൾ ഞാനിത് പെയർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിപ്പോൾ ഇതിനകത്ത് ആ ജിയോണി എന്നുള്ളത് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഹെഡ്സെറ്റ് എടുത്തപ്പം തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് കണക്റ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാൻ പറ്റും, ജിയോണി എന്നുള്ളതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കാം. നമുക്ക് വോയിസ് അസിസ്റ്റൻ്റ് ഓട്ടോമാറ്റിക്കലി വന്നത് കാണാം. അപ്പോൾ ഇത് അങ്ങനത്തെ കുറച്ച് നല്ല ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ പല ഗാഡ്ജറ്റ്സുകൾ നമുക്ക് പരിചയപ്പെടാം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണാം. അതുവരെയും ഗുഡ് ബൈ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.